ഫ്രണ്ട്സ്, എക്സാം ഡേറ്റ്സ് അടുത്തു വരികയാണ്. ഇനിയും സിലബസ് മുഴുവനായി കവർ ചെയ്തിട്ടില്ല. പഠിക്കാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. എന്നാൽ സമയം വളരെ കുറവാണ്. എല്ലാ സബ്ജക്റ്റും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കാൻ കഴിയുന്ന 5 ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്റ്റുഡൻസ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ട്രിക്ക് നമ്പർ 1. നിങ്ങൾ മൗണ്ട് എവറസ്റ്റ് മല കയറാൻ പോകുകയാണെന്നത് കരുതുക. നിങ്ങൾ കൊണ്ടുപോകുന്ന ബാഗിൽ കഴിക്കാനും ഉറങ്ങാനും മല കയറുന്നതിന് ആവശ്യമായ എക്യുപ്മെന്റ്സും ഉൾപ്പെടെ 20 കിലോ ഭാരമുണ്ടെങ്കിൽ അത്രയും വെയിറ്റ് താങ്ങിക്കൊണ്ട് നിങ്ങളെ കൊണ്ട് എളുപ്പത്തിൽ മല കയറാൻ പറ്റുമോ? തീർച്ചയായും പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളവ ഉപേക്ഷിച്ചിട്ട് വരും. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളെ കൊണ്ട് ഈസിയായി മല കയറാൻ സാധിക്കൂ. അതുപോലെയാണ് എക്സാം അടുത്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടന്റ്, ഏതാണ് ഇമ്പോർട്ടന്റ് അല്ലാത്തത് എന്ന് മനസ്സിലാക്കി അവോയ്ഡ് ചെയ്ത ശേഷം ഇമ്പോർട്ടന്റ് ആയത് മാത്രം പഠിക്കുക. ഇതിനായി 80-20 റൂൾ ഉണ്ട്. ഒരു ബുക്കിലുള്ള മുഴുവൻ പേജും ഒന്നും വിടാതെ 100% നിങ്ങൾ പഠിച്ചിട്ട് പോയാലും നിങ്ങൾ പഠിച്ചത് വെറും 20% മാത്രമേ എക്സാമിന് വരികയുള്ളൂ. ബുക്കിലുള്ള 100%-ൽ എക്സാമിന് വരുന്ന 20% ഏതായിരിക്കുമെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈസിയായി എക്സാം എഴുതാനും 80% മാർക്ക് വാങ്ങാനും സാധിക്കുകയുള്ളൂ. ആ 20% കണ്ടെത്താൻ ഒരു ഈസി വഴിയുണ്ട്. നിങ്ങൾ ഏത് എക്സാമിന് റെഡി ആയിട്ടിരുന്നാലും ആ വിഷയത്തിന്റെ ലാസ്റ്റ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളൊന്ന് കളക്ട് ചെയ്യുക. അതിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ പുസ്തകത്തിലും നോട്ട് ചെയ്യുക. എന്നിട്ട് അത് പഠിക്കാൻ തുടങ്ങണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുന്നതിന് ഗൂഗിൾ നിങ്ങളെ സഹായിക്കും. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റായി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. സ്റ്റുഡൻസ് എല്ലാവരും എക്സാം കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ബേസിക് നോളജ് കൂടിയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും ചില ബേസിക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് അത് ആദ്യമേ പഠിക്കുക. ട്രിക്ക് നമ്പർ 2. സാധാരണ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സാം അടുത്തു വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും കൂടുതലായി പഠിക്കാൻ തുടങ്ങും. അതുവരെ പുസ്തകം കൈകൊണ്ട് തൊടാത്തവർ പോലും ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കാനും തുടങ്ങും. അവർ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കും ചെയ്യുക. കാരണം തൊട്ടടുത്ത ദിവസം എക്സാം ആണ്, ഇനിയും പഠിക്കാതിരുന്നാൽ പ്രശ്നമാണെന്ന് അവർക്ക് തോന്നും. അങ്ങനെ അവർ മോട്ടിവേറ്റഡ് ആയി പഠിക്കാനും തുടങ്ങും. എന്നാൽ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ എല്ലാ ദിവസവും കിട്ടിയാൽ എങ്ങനെയുണ്ടാകുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനുവേണ്ടി നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുക. ഡെയിലി ഡെഡ് ലൈൻ. എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 10 മിനിറ്റ് സമയം കൊടുക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനാകില്ല. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നോട്ടും പേനയും എടുത്ത് എഴുതാൻ തുടങ്ങുക. നാളെ എന്തൊക്കെ പഠിക്കണമെന്ന് ഇന്ന് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം അത് ടിക്ക് ചെയ്യണം. എന്നാൽ ഏതെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറങ്ങുന്നതിന് പകരം അത് പഠിച്ചതിന് ശേഷം മാത്രം ടിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത ദിവസം പഠിക്കാനുള്ളതും നോട്ട് ചെയ്തു വെക്കുക. എന്നിട്ട് വേണം ഉറങ്ങാൻ. ഇങ്ങനെ തുടർന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായി എന്നും മോട്ടിവേറ്റഡ് ആയി പഠിക്കാൻ സാധിക്കും. അങ്ങനെ ഈസിയായി ഒരുപാട് പഠിക്കാനും പറ്റും. ട്രിക്ക് നമ്പർ 3. എക്സാമിനുള്ള സമയക്കുറവ് കാരണം പഠിച്ച കാര്യങ്ങൾ എഴുതി നോക്കി സ്ട്രോങ് ആക്കി വെക്കാൻ ആർക്കും സമയം കിട്ടിയേക്കില്ല. അതുകൊണ്ട് ഒരു വട്ടം പഠിച്ചാലും അത് മറക്കാത്ത രീതിയിൽ പഠിക്കണം. പഠിച്ചതെല്ലാം മറക്കാതെ പഠിക്കുന്നതിന് ഒരു ടെക്നിക് ഉണ്ട്. അതായത് പഠിക്കുമ്പോൾ ഉറക്കെ പറഞ്ഞു പഠിക്കുക. നിങ്ങൾ ഉച്ചത്തിൽ പറയുന്നത് നിങ്ങളുടെ കാത് വഴി ബ്രെയിനിലേക്ക് എത്തി അത് നിങ്ങൾക്ക് മെമ്മറൈസ് ആകണം. ഈ പഠിച്ചതെല്ലാം ഓർമ്മയിലുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി കണ്ണടച്ച ശേഷം മനസ്സിൽ പറഞ്ഞു നോക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബ്രെയിനിലെ ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർ ആകും. അതുകൊണ്ടത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ചില സ്റ്റുഡൻസ് ഉച്ചത്തിൽ പഠിച്ച് ഉച്ചത്തിൽ പറഞ്ഞു നോക്കാറുണ്ട്. എന്നാൽ മറ്റു ചില സ്റ്റുഡൻസ് മനസ്സിൽ പഠിച്ച ശേഷം മനസ്സിൽ പറഞ്ഞു നോക്കും. എന്നാൽ ഇങ്ങനെ ചെയ്താൽ അത് പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് എഴുതി നോക്കുക. അപ്പോൾ കുറച്ചു നാളത്തേക്ക് അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുന്നതാണ്. ട്രിക്ക് നമ്പർ 4. ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരാൾ, ലാസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരാൾ, ഇവർ രണ്ടുപേരോടും സെയിം ടൈമിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പഠിച്ച് പറയാൻ ആവശ്യപ്പെട്ടാൽ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നയാൾ അത് 10 മിനിറ്റിൽ പഠിച്ചു പറയും. എന്നാൽ ലാസ്റ്റ് റാങ്ക് വാങ്ങുന്നയാൾ അത് പഠിച്ചു പറയാൻ 30 മിനിറ്റോളം സമയമെടുക്കും. ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നയാളുടെ ഫോക്കസ് പവർ ലാസ്റ്റ് റാങ്ക് വാങ്ങുന്നതിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഒരേ സമയത്ത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടും ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നയാൾ മാത്രം പെട്ടെന്ന് ഉത്തരം നൽകിയത്. ഒരാളുടെ ഫോക്കസ് എബിലിറ്റി എത്രത്തോളം കൂടുതലുണ്ടോ അത്ര പെട്ടെന്ന് അവർക്കെല്ലാം പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫോക്കസ് പവർ 100% കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ തവണ പഠിക്കുന്നതിന് മുമ്പും 5 മിനിറ്റ് സമയം കണ്ടെത്തി നോട്ട് ചെയ്യുക. നിങ്ങൾ ചില റാൻഡം നമ്പറുകൾ എഴുതി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. വേറെ നമ്പറുകൾ വേറെ ഡിജിറ്റിൽ എഴുതി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ഫുൾ ഫോക്കസ് കൊടുക്കേണ്ടതുള്ളതിനാൽ നിങ്ങളുടെ ബ്രെയിൻ നല്ല ആക്ടിവേറ്റ് മൂഡിലേക്ക് മാറും. ഇതിനുശേഷം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇതേ ഫോക്കസ് നിങ്ങൾക്ക് കിട്ടും. ബ്രെയിൻ ആക്ടിവേറ്റഡ് ആയി നിങ്ങൾക്ക് ഒരുപാട് സമയം പഠിക്കാനുള്ള ഫോക്കസ് നൽകും. അതുകൊണ്ട് തീർച്ചയായും ഇതൊന്ന് ചെയ്തു നോക്കുക. ട്രിക്ക് നമ്പർ 5. നിങ്ങളുടെ വീട്ടിൽ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളുണ്ടെന്ന് കരുതുക. അടുത്ത എക്സാമിൽ ആര് കൂടുതൽ മാർക്ക് വാങ്ങുന്നോ അവർക്ക് 1 ലക്ഷം രൂപ സമ്മാനമായി നൽകുമെന്ന് സ്കൂളിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരനോടോ സഹോദരിയോടോ നന്നായി പഠിക്കാൻ പറയും. നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിയാൽ മാത്രമേ ആ 1 ലക്ഷം രൂപ കിട്ടുകയുള്ളൂ.
പൈസ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ആ കുട്ടികൾക്ക് പണത്തിന്റെ വാല്യൂ അറിയില്ല. ഗെയിം കളിക്കാനും കാർട്ടൂൺ കാണാനും സ്നാക്സ് കഴിക്കാനുമൊക്കെ അവർക്കറിയൂ. അതുകൊണ്ട് ആ കുട്ടി കിട്ടാൻ പോകുന്ന പൈസയെ കരുതി കാര്യമായിട്ടൊന്നും പഠിക്കില്ല. എന്നാൽ അതിന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ പഠിക്കണം, ആ പണം വാങ്ങണം എന്ന് കരുതി പഠിക്കും. എന്നാൽ പലരും പഠിക്കുന്നതിനിടയ്ക്ക് പലപ്പോഴും യൂട്യൂബ് കണ്ടും മറ്റുമെല്ലാം സമയം വേസ്റ്റ് ആക്കാറുണ്ട്. ഈ എക്സാം നിങ്ങളുടെ ഭാവി ഡിസൈഡ് ചെയ്യും. നിങ്ങളെക്കാൾ ഒരു മാർക്ക് കൂടുതൽ വാങ്ങിയവർക്കായിരിക്കും എവിടെയും ജോലി കൊടുക്കുന്നത്. ഈ എക്സാം നിങ്ങൾക്ക് ലക്ഷങ്ങളല്ല കോടികൾ നേടിത്തരും. നിങ്ങളുടെ ഭാവി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എക്സാം സമയത്ത് മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ അവയെല്ലാം അവോയ്ഡ് ചെയ്ത ശേഷം നന്നായി പഠിക്കുക. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പഠിക്കാനാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.